لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനകൾ സൂക്ഷിച്ച് ജീവിതം ക്രമീകരിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ ഓർക്കുകയും ദിക്റുകളും ദുആകളും കൂടുതൽ നിർവഹിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരായി മാറുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുകയും പണിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച പ്രതിഫലം നൽകുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം നൽകുന്ന ആളുകളുടെ പ്രത്യേകതയാണ് സൂചിപ്പിക്കുന്നത്. അവരാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ ധാരാളം ഓർക്കുന്ന പുരുഷന്മാർ, അതുപോലെ തന്നെ അല്ലാഹുവിനെ ഓർക്കുന്ന സ്ത്രീകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലമാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. മാത്രമല്ല, അവർക്കാണ് പാപമോചനമുള്ളത് എന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലായി നമ്മോട് ഉണർത്തുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കണം,
നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണമെന്ന് ഖുർആൻ അടിക്കടി മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുർആനിന്റെ പല ആയത്തുകളിലൂടെയും കടന്നു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം മനുഷ്യരെ അടിക്കടി ഉണർത്തുന്നതായി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ദുകുറുല്ലാഹ ദിക്റൻ കസീറ, വിശ്വസിച്ചവരെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ ധാരാളമായി ഓർക്കണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും അവനെ നിങ്ങൾ പ്രകീർത്തിക്കണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട്, ഈമാൻ മനസ്സിൽ രൂഢമൂലമായ ആളുകളെ വിളിച്ചുകൊണ്ട് ഉണർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും, ഇന്നല്ലാഹ തആല ലം യഫ്രിദ് അലാ ഇബാദിഹി ഫരീളതൻ ഇല്ലാ ജഅല ലഹാ ഹദ്ദൻ മഅലൂമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ മേൽ എല്ലാ ഇബാദത്തുകൾക്കും പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. എങ്ങനെ? ഒരു വിശ്വാസി അനുഷ്ഠിക്കേണ്ട, അവൻ ജീവിതത്തിൽ ചെയ്യേണ്ട ഇബാദത്തുകളെ പരിശോധിക്കുമ്പോൾ ആ ഇബാദത്തുകൾക്കെല്ലാം തന്നെ ചില പരിധികളുണ്ട്. നമസ്കാരം എടുത്ത് പരിശോധിക്കുമ്പോൾ സുബഹി നമസ്കാരമാണെങ്കിൽ 2 റക്അത്ത്, അതിനൊരു പരിധിയുണ്ട്. അതുപോലെ തന്നെ ഹജ്ജിന്റെ കർമ്മം എടുത്ത് പരിശോധിക്കുക, അതിനൊരു തുടക്കമുണ്ട്, അതുപോലെ ഒടുക്കമുണ്ട്. ഇങ്ങനെ ഓരോ ഇബാദത്തുകൾക്കും ഒരു പരിധി റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടരുന്നു, ഗൈറ ദിക്രി, ദിക്ർ ഒഴികെ എന്ന്. അപ്പോൾ ഒരു പരിധിയുമില്ലാത്ത, അതുപോലെ തന്നെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു വലിയ കർമ്മമാണത്. ഏത് സമയത്തും മനുഷ്യന് നിർവഹിക്കാൻ സാധിക്കും. ഫഇന്നല്ലാഹ തആല ലം യജ്അൽ ലഹു ഹദ്ദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റുകൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ച ദിക്റുകൾക്ക് അതിന് പ്രത്യേകമായ പരിധികളില്ല. അതെപ്പോഴും നമുക്ക് ഉരുവിടാവുന്നതാണ്, എപ്പോഴും നമുക്ക് നിർവഹിക്കാവുന്നതാണ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. സത്യവിശ്വാസികളുടെ പ്രത്യേകത എന്താണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അവർ തങ്ങളുടെ നാഥനെ ഓർക്കുകയാണ്, തങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയ, തങ്ങൾക്ക് സർവ്വ സുഖ സൗകര്യങ്ങളും ഈ ഭൂമിയിൽ സംവിധാനിച്ച അല്ലാഹുവിനെ അവർ നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെയാണ് അവർ ഓർക്കുന്നത്, യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ, അവർ നിന്നുകൊണ്ടും അതുപോലെ തന്നെ ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടുമൊക്കെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിരന്തരമായി അവർ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ തഫ്സീറുകളിൽ, ഇതിന്റെ വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ യാത്രയിലാണെങ്കിൽ അവന്റെ നമസ്കാരം അവന് ജമ്മും കസറുമാക്കി നിർവഹിക്കാം. അതുപോലെ തന്നെ രോഗിയാണെങ്കിൽ അവന്റെ നമസ്കാരം അവന് ഇരുന്നു കൊണ്ട് നിർവഹിക്കാം. എന്നാൽ ദിക്റിന്റെ പ്രത്യേകത എന്താണ്? ഒരു യാത്ര ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് നമസ്കാരം നിർവഹിക്കുന്നതിൽ ചില ഇളവുകളുണ്ട്. അതുപോലെ തന്നെ അത് പ്രത്യേകമായി നിർവഹിക്കേണ്ടുന്ന രീതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ദിക്ർ അങ്ങനെയല്ല. ദിക്റിന്റെ പ്രത്യേകത എന്താണ്? അവൻ എവിടെയായാലും ഏതവസ്ഥയിലായാലും അവൻ ദിക്ർ ചൊല്ലാം. അവൻ കരയിലാണ്, അവൻ കടലിലാണ്, അവൻ ഫ്ലൈറ്റിലാണ്, അതുപോലെ തന്നെ അവൻ ഇരുട്ടിലാണ്, അവൻ പകലിലാണ്, അവൻ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലായാലും അവന് ദിക്റുകൾ കൃത്യമായി നിർവഹിക്കാം. ഇത് ദിക്റിന്റെ മാത്രം പ്രത്യേകതയാണ്, ദിക്റുകളുടെ മാത്രം വ്യതിരക്തതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾ അത് നമുക്ക് തോന്നും നിസ്സാരമായ സംഗതിയാണ്. പലപ്പോഴും ദിക്ർ എന്ന് കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ തസ്ബീഹുകൾ എന്ന് കേൾക്കുമ്പോൾ, തഹ്ലീലുകൾ എന്ന് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, അതൊരിക്കലും നിസ്സാരമായി നമ്മൾ ഗണിക്കാൻ പാടില്ല. ഒരു സുബ്ഹാനല്ലാഹ് അതിന് വലിയ പ്രത്യേകതയുണ്ട്. മാത്രമല്ല അൽഹംദുലില്ലാഹ് തഹ്മീദിന് വലിയ പ്രത്യേകതയുണ്ട്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിന് വലിയ ഫضലുണ്ട്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരിക്കൽ സ്വഹാബികൾ എല്ലാവരും ഇരിക്കുകയാണ്. ഒരു സദസ്സിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയാണ്, സബഖൽ മുഫർരിദൂൻ, സബഖൽ മുഫർരിദൂൻ, മുഫർരിദീങ്ങൾ മുൻകടന്നിരിക്കുന്നു, മുഫർരിദീങ്ങൾ മുൻകടന്നിരിക്കുന്നു എന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞപ്പോ അറബ് സംസാരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അറബിയിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന സ്വഹാബത്തിന് മനസ്സിലായില്ല. ഖാലു, അവർ ചോദിച്ചു, വമൽ മുഫർരിദൂന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ പറഞ്ഞല്ലോ സബഖൽ മുഫർരിദൂൻ, മുഫർരിദീങ്ങൾ മുൻകടന്നിരിക്കുന്നു എന്നങ്ങ് പറഞ്ഞല്ലോ റസൂലേ. വമൽ മുഫർരിദൂന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്താണ്, ആരാണ് മുഫർരിദീങ്ങൾ, എന്താണ് ഈ മുഫർരിദിന്റെ പ്രത്യേകത? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അദ്ദാകിറൂനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതലായി ഓർക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതലായി സ്മരിക്കുന്ന ആണുങ്ങളും അതുപോലെ തന്നെ പെണ്ണുങ്ങളുമാണ് മുഫർരിദീങ്ങൾ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ധാരാളം ദിക്ർ ചെല്ലുന്നവർ, ധാരാളം ദിക്റുകൾ അധികരിപ്പിക്കുന്നവർ നിസാരമായ സംഗതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നദ്ദിക്റ യുർഫഉ ഇലസ്സമാ, നമ്മൾ ചെല്ലുന്ന ദിക്റുകളുണ്ടല്ലോ അത് വാനലോകത്തേക്ക് കയറിപ്പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ, നമ്മളൊരു അൽഹംദുലില്ലാ പറയുമ്പോ, നമ്മളൊരു സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ അത് അതോടുകൂടി അസ്തമിക്കുകയല്ല. ആ വാചകം അതോടുകൂടി അവിടെ നിലച്ച് ഈ വായുവിൽ അലിഞ്ഞില്ലാതെയാവുകയില്ല. നേരെ മറിച്ച് അത് ഉയർന്നു പോകുമെന്നാണ് ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിറിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ് വൽ അമലുസ് സ്വാലിഹു യർഫഉഹു, അല്ലാഹുവിലേക്ക് അൽ കലിമുത് തയ്യിബ്, നല്ല വാചകങ്ങൾ അല്ലാഹുവിലേക്ക് കയറിപ്പോകുമെന്നാണ്. വൽ അമലുസ് സ്വാലിഹു യർഫഉഹു, അതുപോലെ തന്നെ നല്ല അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുമെന്നാണ്. മനസ്സിലാക്കണം, നമ്മൾ നല്ല വചനങ്ങൾ അവരിലേക്ക് കയറിപ്പോകും. നമ്മളൊരു സുബ്ഹാനല്ലാഹ് പറയുമ്പോ, അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് പറയുമ്പോൾ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അത് അല്ലാഹുവിലേക്ക്, റബ്ബിലേക്ക് ആ വചനങ്ങൾ കയറിപ്പോകുമെന്നാണ്. അതുപോലെ തന്നെ നല്ല അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഉയർത്തുമെന്നാണ്. അതുപോലെ തന്നെ നമ്മൾ സദുദ്ദേശത്തോടുകൂടി ഒരു അമൽ ചെയ്താൽ, സൽപ്രവർത്തനം ചെയ്താൽ അത് മുഖേന നമുക്ക് ഈ ഭൂമിയിൽ ഇസ്സത്തുണ്ടാകും, അഭിമാനമുണ്ടാകും. മനസ്സിലാക്കണം, നമ്മൾ ആത്മാർത്ഥമായി ഒരു ദുരുദ്ദേശവുമില്ലാതെയാണ് ഒരു അമൽ നാം നിർവഹിക്കുന്നതെങ്കിൽ അത് അല്ലാഹുവിലേക്ക് കയറിപ്പോകുമെന്ന് മാത്രമല്ല, അമൽ കൊണ്ട്, ആ പ്രവർത്തനം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമ്മെ ഇസ്സത്തുള്ളവരാക്കും എന്നാണ്. തീർന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമ്മൾ ചൊല്ലിയ ദിക്റുകളുണ്ടല്ലോ, നമ്മൾ ചൊല്ലിയ ഓരോ ദിക്റുകളുണ്ടല്ലോ, ആ ദിക്റുകൾ കയറിപ്പോകുമത്രേ വാനലോകത്തേക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതആതഫിന ഹൗലൽ അർശ്, നമ്മൾ ചൊല്ലിയ സുബ്ഹാനല്ലാഹ്, നമ്മൾ ചൊല്ലിയ അൽഹംദുലില്ലാ, നമ്മൾ ചൊല്ലിയ അല്ലാഹു അക്ബർ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന് ചുറ്റും അത് വലയം ചെയ്യും. നോക്കണം നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മൾ ചൊല്ലുന്ന അല്ലാഹു അക്ബറും അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹും അതുപോലെ തന്നെ അൽഹംദുലില്ലയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയും ഒക്കെ യതആതഫിന ഹൗലൽ അർശ്, അതിങ്ങനെ എന്ത് ചെയ്യും, അതിങ്ങനെ അല്ലാഹുവിന്റെ അർശിന് ചുറ്റും അത് വലയം ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, പ്രിയപ്പെട്ടവരെ, നമ്മൾ മറക്കാൻ പാടില്ല, നമ്മളുടെ മനസ്സിൽ ഓർത്തു വെക്കണം. എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഹുന്ന ദബിയുൻ കദബിയിൻ നഹൽ, അതിനൊരു മൂളലുണ്ടത്രേ, ഒരു ഇരമ്പൽ. എങ്ങനെ? നമ്മൾ ചൊല്ലിയ ദിക്റുകൾ അല്ലാഹുവിന്റെ അർശിന് ചുറ്റും വലയം ചെയ്യും. മാത്രമല്ല, ആ ദിക്റുകൾ ഇങ്ങനെ ഇരമ്പിക്കൊണ്ടിരിക്കും. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഹുന്ന ദബിയുൻ, അവയ്ക്കൊരു മൂളലുണ്ട്, ഇരമ്പലുണ്ട്, കദബിയിൻ നഹൽ. കണ്ടിട്ടില്ലേ നമ്മൾ തേനീച്ചകള്? തേനീച്ചക്കൂടിനടുത്ത് ചെല്ലുമ്പോ ആ തേനീച്ചകൾ ഇങ്ങനെ ഇരമ്പുന്നത് പോലെ, കൂട്ടം കൂടി ഇരമ്പുന്നത് പോലെ
നമ്മൾ ചൊല്ലിയ ദിക്റുകൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉരുവിട്ട അള്ളാഹുവിന്റെ കലിമകളുണ്ടല്ലോ, വാചകങ്ങളുണ്ടല്ലോ, ആ വാചകങ്ങൾ ഇങ്ങനെ അള്ളാഹുവിന്റെ അർശിന് ചുറ്റും അതിങ്ങനെ ഇരമ്പിക്കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല യുദക്കിർന ബിസ്വാഹിബിഹിന്ന, ആരാണോ ആ ദിക്ർ ചൊല്ലിയത്, ആരാണോ ആ ദിക്ർ ചൊല്ലിയത്, ആ മനുഷ്യനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന് ചുറ്റും പറയപ്പെടും, ഇന്ന മനുഷ്യനാണ് ദിക്ർ ചൊല്ലിയത്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു സഹോദരി, ഒരു സഹോദരൻ ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അവനെപ്പറ്റി പറയപ്പെടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബിന്റെ അർശിന് ചുറ്റും നിങ്ങളുടെ നാമം സ്മരിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സഹാബത്തിനോട് ചോദിക്കാൻ, നിങ്ങൾ അല്ലാഹുവിന്റെ അർശിന് ചുറ്റും വളരെ ശ്രേഷ്ഠമായ നിലയിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നാമങ്ങൾ, നിങ്ങളുടെ പേരുകൾ സ്മരിക്കപ്പെടാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അതേ നബിയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, എങ്കിലും നിങ്ങൾ ദിക്ർ ചൊല്ലണം, എങ്കിലും നിങ്ങൾ ദിക്ർ ചൊല്ലണം, ദിക്ർ അധികരിപ്പിക്കണം. നമ്മൾ ദിക്ർ ചൊല്ലുക, ദിക്ർ ആരെയും ഏൽപ്പിക്കാൻ പാടില്ല. ഇന്ന് കൂലിക്ക് ആൾക്കാരെ ഏൽപ്പിക്കുകയാണ്, അല്ലേ? കിട്ടൂല കേട്ടോ, കൂലിട്ടൂല, കൂലിട്ടൂല, അത് ചെല്ലുന്നവനും കിട്ടൂല. കാരണം എന്താണ്? അവന്റെ നിയ്യത്ത് ശരിയല്ല, അല്ലേ? മുസ്ലിം സമുദായം ഇസ്സത്തുള്ള സമുദായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാൽ തൗഹീദ് പഠിപ്പിക്കപ്പെട്ട സമുദായം, സുന്നത്ത് പഠിപ്പിക്കപ്പെട്ട സമുദായം. സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? പല ജാറങ്ങളിലും ദർഗകളിലും കുറ്റപ്പെടുത്തുകയല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ആലോചിക്കണം, ഇത് ഞാനും നിങ്ങളും ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ ആര് ചിന്തിക്കും? ഇത് ഞാനും നിങ്ങളും പഠിച്ചില്ലെങ്കിൽ പിന്നെ ആര് പഠിക്കും? ഇത് ഞാനും നിങ്ങളും പറഞ്ഞില്ലെങ്കിൽ ഈ ഭൂമി ലോകത്ത് ഇതാര് പറയും? നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്, അല്ലെ? പല ദർഗകളിലും ചെല്ലുമ്പോൾ അതിന്റെ സമീപങ്ങളിൽ ആളുകൾ ഇരിക്കുകയാണ്. എന്നിട്ട് ഒരു 100 രൂപ തന്നാ മതി, നിങ്ങൾക്ക് വേണ്ടി 100 ദിക്ർ ഞങ്ങൾ ചെല്ലാം, അതല്ലെങ്കിൽ 500 രൂപ തന്നാ മതി, 1000 സ്വലാത്ത് ഞങ്ങൾ ചെല്ലാം എന്ന് പറഞ്ഞിട്ട് ആളുകൾ നമ്മുടെ അടുക്കിലേക്ക് ഓടി വരികയാണ്, അല്ലേ? ഇങ്ങനെ ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ സ്മരിക്കുന്നവരെങ്കിൽ, നമ്മൾ അല്ലാഹുവിനെ ഓർക്കുന്നവരെങ്കിൽ, അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ കൂലി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ദിക്ർ നമ്മൾ ഉരുവിടാൻ ഞാനും നിങ്ങളും തയ്യാറായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായും അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ ദിക്റില്ലെങ്കിലോ? നമ്മുടെ വീട്ടിലെ ദിക്റില്ല, ദുആ ഇല്ല, ഖുർആൻ പാരായണത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കി. ഇതൊന്നുമായി നമുക്ക് യാതൊരുവിധ ബന്ധവുമില്ലെങ്കിലോ? മസലുൽ ബൈത്തുല്ലദീ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹനെ കുറിച്ച് സ്മരണയില്ലാത്ത വീടിന്റെ പ്രത്യേകത എന്താണ്? ജീവനുള്ളതിന്റെയും ജീവനില്ലാത്തതിന്റെയും ഇടയിൽ എന്തെല്ലാം വ്യത്യാസമുണ്ടോ അതൊക്കെ ഉണ്ട്. ഒരു മയ്യത്ത് കൊണ്ട് വല്ല ഗുണമുണ്ടോ? ഇല്ല. ജീവിച്ചിരിക്കുന്നവനും അതുപോലെ തന്നെ ഒരു മയ്യത്തും തമ്മിലുള്ള വ്യത്യാസം, ജീവനുള്ളതും അതുപോലെ ഒരു മരിച്ചതും തമ്മിലുള്ള വ്യത്യാസം ഇതുപോലെയാണ് ദിക്റില്ലാത്ത വീടും ദിക്റില്ല വീടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദിക്റുണ്ടോ അവിടെ ഹയാത്തുണ്ടാകും, അവിടെ ഒരു സജീവത നിലനിൽക്കും. പക്ഷേ നമ്മുടെ വീടുകളിൽ പലപ്പോഴും ദിക്റില്ല, അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ല. കാരണം എന്താണ്? ഒരു വീട്ടിൽ ഐശ്വര്യമുണ്ടാകണമെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ നാമങ്ങൾ സ്മരിക്കപ്പെടണം. പക്ഷേ അവിടെ അള്ളാഹിനെ പറ്റി ഓർക്കുന്നില്ല, അള്ളാഹിനെ പറ്റി ഓർമ്മയില്ല. പല വീടുകളിലും മാത്രമല്ല, വീടിന്റെ തുടക്കം തന്നെ പൈശാചികതയിലൂടെയാണ്, അല്ലെ? ഒരു വീട് വെക്കുമ്പോ അതിന്റെ തുടക്കം തന്നെ നാശം കൊണ്ടാ തുടങ്ങുന്ന ആൾക്കാർ, അല്ലെ? ഒരു വീടിന് കുറ്റിയടിക്കുമ്പോ, അതല്ലെങ്കിൽ ഒരു വീടിന് തറയിടുമ്പോൾ ആളുകൾക്ക് തെറ്റായ വിശ്വാസങ്ങൾ കടന്നു വരികയാണ്, അല്ലെ? എന്താണ്? വീടിന് തറക്കല്ലിടുമ്പോ അത് ഇന്ന ആളിട്ടെങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ എന്ന വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ അത് അബദ്ധമാണ്, അപകടമാണ്, യാതൊരുവിധ സംശയവുമില്ല. ഒരു നല്ല ആളെ കൊണ്ട് നമുക്ക് തറക്കല്ലിടിപ്പിക്കാം, തെറ്റൊന്നുമല്ല. പക്ഷേ ഇന്ന ആൾ തറക്കല്ലിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ എന്തെങ്കിലും ആപത്തുകൾ ഉണ്ടാകും എന്ന വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ അത് അപകടമാണ്, അപക്വമാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വീടിന് കുറ്റിയടിക്കാണ്, തറക്കല്ലിടാണ്, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് തറക്കല്ലിടണം. അതിന് പ്രത്യേകമായ ഒരാൾ ആനയിച്ചു കൊണ്ടുവരണോ? വേണ്ട. അതിന്റെ പേരിൽ 10,000 സ്വലാത്ത് ചെല്ലണോ? ചെല്ലിക്കേണ്ട. കാരണം ബിസ്മില്ലാ എന്ന് പറഞ്ഞ് നമ്മുടെ ഉമ്മ തറക്കല്ലിടട്ടെ. നമ്മുടെ വീടിന് ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ തറക്കല്ലിടട്ടെ.
അവിടെ പ്രത്യേകമായ കാട്ടിക്കൂട്ടലുകളുടെ ആവശ്യമില്ല. തെറ്റായ വിശ്വാസങ്ങൾ. കാരണം എന്താണ്? ചില ആളുകൾ പരിശോധനയ്ക്ക് വരും സ്ഥലം നോക്കാൻ. നല്ല എഞ്ചിനീയർമാരെ കൊണ്ട് നമുക്ക് ആ സ്ഥലത്തിന്റെ പ്രത്യേകതയും അതുപോലെ തന്നെ ഇന്ന സ്ഥലത്ത് എവിടേക്കാണ് അതിന്റെ മുൻവശം വരേണ്ടത്, വായു കിട്ടുന്ന സ്ഥലം, അതുപോലെ കാറ്റ് ലഭിക്കുന്ന അതിന്റെ സൗകര്യം ഒക്കെ നമുക്ക് നോക്കാം ഭൗതികമായി. നേരെ മറിച്ച് പലപ്പോഴും മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സുകളിൽ ചില തെറ്റായ വിശ്വാസം കടന്നു വരാറുണ്ട്. എന്താണ്? ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ചരിച്ചു വീട് വെക്കാൻ പാടില്ല, അങ്ങോട്ട് വെക്കാൻ പാടില്ല, ഇങ്ങനെ വെക്കാൻ പാടില്ല, ഈ ഭാഗത്ത് അടുക്കള വരാൻ പാടില്ല. കാരണം എന്താണ്? ഈ ഭാഗത്ത് പൂമുഖം വരാൻ പാടില്ല, ഈ ഭാഗത്ത് സിറ്റ് ഔട്ട് വരാൻ പാടില്ല. കാരണം എന്താ? ഇതിങ്ങനെ ശൈത്താൻ പോകുന്ന ഏരിയയാണ്. നോക്കണം, ഇതിലെന്തോ ഒരു പോക്കുവരവുണ്ട്, ഇതിലെന്തോ ഒരു വരവും പോക്കുമുണ്ട്, ഇല്ലേ? ഇത്തരത്തിലുള്ള വിശ്വാസത്തിന്റെ ഒരു കണിക നമ്മുടെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ നശിച്ചു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. വേണ്ട, അത്തരത്തിലുള്ള വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. ചില സ്ഥലത്ത് ചില ആളുകൾ വീട് വെക്കൂല. കാരണം എന്താണ്? അത് പിശാച് വിഹരിക്കുന്ന സ്ഥലമാണത്രേ. അങ്ങനെ സ്ഥലം പ്രത്യേകമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് എത്രയോ സഹാബത്ത് ചെറ്റക്കുടിലുകൾ വെച്ചു താമസിച്ചു, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു സഹാബി വീട് വെച്ചപ്പോ മോനെ ഇവിടെ വീട് വെക്കാൻ പാടില്ല കേട്ടോ. കാരണം എന്താ? ഇത് പിശാചിന്റെ പോക്കുവരവുള്ള സ്ഥലമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇല്ല, ആ പ്രവാചകന്റെ അനുചരന്മാർ, ആ പ്രവാചകൻ പഠിപ്പിച്ച ശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ പ്രവാചകൻ പഠിപ്പിച്ച ശുദ്ധമായ ആദർശം നെഞ്ചിലേറ്റേണ്ടവർ അന്ധവിശ്വാസങ്ങളിൽ മൂക്കറ്റം മുങ്ങി മൂക്രയിട്ടുകൊണ്ടിരിക്കുന്ന സങ്കടകരമായ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാടില്ല, ഒക്കെ അപകടമാണ്. ഇനി പുതിയ വീട് വെച്ചു, ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കയറണം. വീട്ടിലേക്ക് കയറുമ്പോൾ ദുആ ചെയ്തുകൊണ്ട് കയറണം. അതിനെന്തിനാണ് ആരവങ്ങൾ? അതിനെന്തിനാണ് അവിടെ ബിദ്അത്തുകൾ കടത്തിക്കൊണ്ടുവരുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കുക, പുതിയൊരു വീട് നിർമ്മിച്ചു, ആ വീട്ടിലേക്ക് കയറുന്ന ദിവസം അവിടെ പാല് കാച്ചിയില്ലെങ്കിൽ എന്തോ ഒരു അപകടമുണ്ടാകും എന്ന വിശ്വാസം പലപ്പോഴും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങള് പിടികൂടിയിരിക്കുകയാണ്. ഈ വിശ്വാസം അധികരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇതാരുടെ വിശ്വാസമാണ്? പുതിയ വീട് നിർമ്മിക്കുമ്പോൾ അവിടെ പാല് കാച്ചിക്കൊണ്ട് തന്നെ അതിന്റെ ഉദ്ഘാടനം തുടങ്ങണമെന്ന വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അവിടുത്തെ സ്വഹാബത്ത്, തബഉ താബിഈ ആരും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ, അവർക്കൊരു വിശ്വാസമുണ്ട്. എന്താണ് അവരുടെ വിശ്വാസം? ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പരതുമ്പോ അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കും. അവരുടെ വിശ്വാസം എന്താണ്? നിറം കൊണ്ട് പാൽ സ്വത്തഗുണരൂപിയാണ്. ശ്രദ്ധിക്കണം, ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. പുതിയ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർ, വീടിന്റെ പണി നടക്കുന്നവർ, ഉമ്മമാർ ശ്രദ്ധിക്കണം. നിറം കൊണ്ട് പാൽ സ്വത്തഗുണരൂപിയാണ്. മനസ്സിലാക്കണം, അവരുടെ വിശ്വാസമാണ് നിറം കൊണ്ട് പാൽ സ്വത്തഗുണരൂപിയാണ്. പാലിൽ നെയ്യടങ്ങിയിരിക്കുന്നത് അദൃശ്യവുമാണ്. എങ്ങനെ? നിറം കൊണ്ട് പാൽ സ്വത്തഗുണരൂപിയാണ്, പാലിൽ നെയ്യടങ്ങിയിരിക്കുന്നത് അദൃശ്യവുമാണ്. ഇതുപോലെ നമ്മളിൽ ലയിച്ചു കിടക്കുന്ന ഈശ്വരനെ കണ്ടെത്താനുള്ള സന്ദേശമാണ് ഗൃഹപ്രവേശനത്തിലെ ഒന്നാമത്തെ ചടങ്ങായ പാലുകാച്ചലിലൂടെ നാം നിർവഹിക്കുന്നത്. അപ്പൊ അവരുടെ ഈശ്വരനെ കണ്ടെത്താനുള്ള ഹൈന്ദവ സുഹൃത്തുക്കളുടെ ആചാരം എങ്ങനെ മുസ്ലിം സമുദായത്തിലേക്ക് ചേക്കേറി? നമ്മൾ മനസ്സിലാക്കണം, എത്ര ആടുകളെ കറന്ന്, എത്ര ഒട്ടകങ്ങളെ കറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പാല് കുടിച്ചു. എന്നാൽ ഒരു പുതിയ വീട് നിർമ്മിക്കുമ്പോ അവിടെ ഒട്ടകത്തിന്റെ പാല് വെച്ച്, അതല്ലെങ്കിൽ ഒരാടിന്റെ പാല് കാച്ചിക്കൊണ്ട് തന്നെ അവിടെ വീട് കൂടണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. നിസ്സാരമായ വിഷയമല്ല. എന്തുകൊണ്ടത് കയറി വന്നു? ദിക്റുള്ള വിസ്മരിക്കപ്പെട്ടു. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളും സമുദായത്തിൽ നിന്ന് എടുത്തെറിയപ്പെട്ടപ്പോ തൽസ്ഥാനത്ത് ബിദ്അത്തുകൾ ചേക്കേറി, തൽസ്ഥാനത്ത് ശിർക്കൻ വിശ്വാസാചാരങ്ങൾ ചേക്കേറി. ഇനി വീട് വെച്ചാൽ വല്ല സമാധാനമുണ്ടോ? വീട് വെച്ചാൽ സമാധാനമില്ല. കാരണം എന്താണ്? വീട് വെച്ച് താമസമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടിക്ക് അസുഖം, ഭാര്യയ്ക്കൊരു ഓപ്പറേഷൻ, ബിസിനസ് ഇങ്ങനെ തകരാൻ തുടങ്ങി. ഈ സമയത്ത് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് എന്താണ്? അല്ലാഹുവിന്റെ അടിമ മനസ്സിലാക്കേണ്ടത് എന്താണ്?
ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. എനിക്ക് വീട് തന്ന റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിന്റെ മുമ്പിൽ ഇല്ല, ഞാൻ പതറുകയില്ല. സർവസ്വവും റബ്ബിൽ സമർപ്പിച്ചുകൊണ്ട് തവക്കുൽ ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമെന്നാണ് ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത. അതിനപ്പുറത്തൊരു ബോധം അവന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് റബ്ബ് മതി. എനിക്ക് ഈ അനുഗ്രഹമാകുന്ന വീട് നൽകിയത് എന്റെ റബ്ബാണ്. എനിക്ക് ഈ പരീക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്റെ റബ്ബാണ്. ഞാൻ ക്ഷമിച്ചുകൊണ്ട് ഞാൻ കടിച്ചു പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കേണ്ട മുസ്ലിം അവനെന്താണ് തീരുമാനിക്കുന്നത്? വീടിനെന്തോ പ്രശ്നമുണ്ട്. ചില ആൾക്കാരെ കൊണ്ടുവരും, അവിടെ ചില ആൾക്കാരെ കൊണ്ടുവരും അല്ലേ? ചില സ്ഥലത്തൊക്കെ പോകും. ചില ആൾക്കാർ രാത്രിയാ പോവുക, പകൽമാന്യന്മാര്. ചില സ്ഥലത്ത് പോവും, ചിലപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള തരത്തിലുള്ള ആൾക്കാരായിരിക്കും. അവിടെ പോകും, എന്നിട്ട് അവിടെ ചെന്ന് പ്രയാസം അവതരിപ്പിക്കും. അങ്ങനെ അയാൾ കടന്നു വരുന്നിട്ട് അയാൾ പറയും, ഈ വീട് വെച്ച സ്ഥലത്തിന് എന്തോ പ്രശ്നമുണ്ട്, ഇവിടെ എന്തോ ചില പോക്കുവരവുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അടുക്കളയുടെ ഭാഗം പൊളിക്കണം. അടുക്കളയുടെ ഭാഗം പൊളിച്ചു. അങ്ങനെ 5-6 മാസം കഴിഞ്ഞപ്പോൾ പരീക്ഷണം വീണ്ടും കൂടാണ്. അപ്പൊ അയാളെ വീണ്ടും കൊണ്ടുവന്നു. അപ്പൊ അയാൾ എന്താണ്, അയാൾക്കൊരു വാക്കല്ലേ, അയാൾ പറഞ്ഞു, ഈ ഭാഗത്ത് നിന്ന് പ്രശ്നം ഇങ്ങനെ ഈ ബെഡ്റൂമിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്, പൊളിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ചില ആൾക്കാരൊക്കെ വീടിന്റെ പണി ഹറമിന്റെ പണി മാറിയാണ്, തീരൂല. ഇത് പൊളിക്കുക, കെട്ടുക. ഇത് ഹിന്ദുക്കളുടെ അവസ്ഥയല്ല. മുസ്ലിം സമുദായം തവക്കൽതു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, സർവിൽ അല്ലാഹുവിൽ സർവവും സമർപ്പിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മുസ്ലിം, അത് അവന്റെ ജീവിതത്തിലില്ല. ഇതിങ്ങനെ പൊളിക്കുക. നിങ്ങൾ ആലോചിക്കുകയാണ്, സമുദായം എവിടേക്കാ പോണത്? ഇവിടെയാണ് ദിക്റുള്ള, അള്ളാഹുവിനെ പറ്റി സ്മരണയുണ്ടെങ്കിൽ, തവക്കുലുണ്ടെങ്കിൽ, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടെങ്കിൽ, വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങൾ കയറി വരികയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സുകളിൽ നമ്മൾ നിലനിർത്തണം. അതല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങളിൽ നമ്മൾ ചെന്ന് പതിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മളൊന്നും ബേജാറാവേണ്ടതില്ല. അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടോ, നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി, നമ്മൾ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് കയറിപ്പോന്നു, അള്ളാഹുവിൽ തവക്കുലുണ്ടോ, നമുക്കൊരു പ്രയാസവുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നിങ്ങൾ ദുആ ചെയ്യണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾ ദുആ ചെയ്യണം. നോക്കൂ, ഇവിടെ അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടാണ്, അള്ളാഹിനെ ഓർത്തുകൊണ്ടാണ്, ദുആ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിപ്പോരുന്നത്. നമ്മുടെ ഉപ്പ എവിടെയുണ്ട്? ഉമ്മയുണ്ട്. അതുപോലെ തന്നെ പിഞ്ചോമന മക്കളുണ്ട്. നമ്മളേറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യയുണ്ട്. ആ ഭാര്യയെ നാട്ടിലിട്ടേച്ചുകൊണ്ട് നമ്മള് വാഹനം കയറുമ്പോ, ഫ്ലൈറ്റ് കയറുമ്പോൾ ഇല്ല, വിശ്വാസി തകരാൻ പാടില്ല. കാരണം തവക്കൽതു അലല്ലാഹ്, ഞാൻ റബ്ബിലാണ് തവക്കുൽ ചെയ്തിരിക്കുന്നത്, അള്ളാഹുവിലാണ് ഞാൻ തവക്കുൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇത് പറഞ്ഞാൽ ഒരു വിശ്വാസി ആത്മാർത്ഥമായി കൊണ്ടിത് പറഞ്ഞു കഴിഞ്ഞാൽ യുഖാലു, അവിടെ പറയപ്പെടും എന്ത്? ഹുദീത വകുഫീത വബുഖീത്. ഹുദീത്, ഇങ്ങനെ പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ഞാൻ റബ്ബിൽ തവക്കുൽ ചെയ്തിരിക്കുന്നു, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പ്രഖ്യാപിച്ച മുസ്ലിം ഉണ്ടല്ലോ, ഹുദീത, അവൻ നേരായ മാർഗത്തിലാണുള്ളത്. അതുപോലെ തന്നെ വകുഫീത, നിനക്കിത് മതി. വബുഖീത, നീ അള്ളാഹുവിന്റെ രക്ഷാവലയത്തിലാണ്, അള്ളാന്റെ രക്ഷാവലയത്തിലാണ്. അവിടെ പിന്നെ തകടിന്റെ ആവശ്യമില്ല, അവിടെ പിന്നെ ഏലസുകളുടെയോ മന്ത്രചൂതിയ നൂലുകളുടെയോ ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ നാവുകൾ ദിക്റുകൾ കൊണ്ട് പച്ചപിടിച്ചതാകാം. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ നാവ് ദിക്റുകൾ കൊണ്ട് പച്ചപിടിച്ചതായിക്കൊണ്ടേയിരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്നതിലൂടെ, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ മനസ്സുകൾക്ക്
സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം ഉണ്ട്. നമുക്ക് ഭാര്യയുണ്ട്, അതുപോലെ മക്കളുണ്ട്, അതുപോലെ തന്നെ വാഹനമുണ്ട്, സർവ്വ സുഖ സൗകര്യങ്ങളുമുണ്ട്, ഇല്ലേ? എല്ലാ മനുഷ്യർക്കുണ്ട്. പക്ഷേ എന്തോ ഒരു ശൂന്യത പല മനുഷ്യർക്കും അനുഭവപ്പെടുന്നു. എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒരു സംതൃപ്തി, എന്തോ ഒരു കുറവ്, എന്തോ ഒരു പോരായ്മ. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. എന്തേ കാരണം? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദിക്റുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടുമ്പോ എന്തോ ഒരു ശൂന്യത, എന്തോ ഒരു പോരായ്മ, കുറവ് നമ്മുടെ ജീവിതത്തിന് അനുഭവപ്പെടും. അതുകൊണ്ട് നമ്മൾ ദിക്റുകൾ അധികരിപ്പിക്കണം. നമ്മൾ കുളിക്കുമ്പോ നമ്മുടെ ശരീരത്തിന് ഒരു ഉന്മേഷം ലഭിക്കും. അതുപോലെ തന്നെ അലക്കിയ വസ്ത്രം ധരിക്കുമ്പോ നമ്മുടെ ശരീരത്തിന് ഒരു ഉണർവ് ലഭിക്കും. സ്വാഭാവികമാണ്. നമ്മുടെ ശരീരത്തിനെയൊക്കെ നമ്മൾ നന്നായി കൊണ്ടു നടക്കുന്നു, അല്ലേ? നന്നായി കൊണ്ടു നടക്കുന്നു. താടിയിലോ മുടി തലയിലോ എവിടെയെങ്കിലും ഒരു രോമമൊന്ന് വെളുത്തത് കണ്ടാൽ നമുക്ക് ബേജാറായി, പ്രയാസം ഉണ്ടാകും. കാരണം ടെൻഷൻ കയറുകയാണ്, അല്ലേ? പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആത്മാവിനുള്ള ഭക്ഷണം നമ്മൾ കൊടുത്തോ. അവിടെയാണ് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ, അവിടെയാണ് വഹീന്റെ സന്ദേശത്തിന്റെ പ്രസക്തി, അവിടെയാണ് ദിക്റുള്ളയുടെ പ്രസക്തി, അവിടെയാണ് ദിക്റിന്റെ പ്രസക്തി എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ദിക്റിലൂടെ, അതുപോലെ തന്നെ പ്രാർത്ഥനകളിലൂടെ, ദുആകളിലൂടെ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന വാക്കുകൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്ത, വാചകങ്ങൾ കൊണ്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കാത്ത സുന്ദരമായ, അതുപോലെ തന്നെ നമുക്ക് അനുഭവിക്കാൻ മാത്രം സാധിക്കുന്ന വല്ലാത്ത ഒരു അനുഭൂതിയുണ്ട് പ്രിയപ്പെട്ടവരെ. അത് നമ്മൾ ദിക്റുകൾ ചൊല്ലി, സലാത്തുകൾ ചൊല്ലി നമ്മൾ നേടിയെടുക്കേണ്ട സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ 100 മറ ഹുദ്ദത് ഖതായാഹു വഇൻ കാന മിസ്ല സബദിൽ ബഹർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം ഒരു ദിവസം ഒഴിഞ്ഞാൽ, അവനത് ദിക്ർ ചെയ്താൽ, അവനത് ചൊല്ലിക്കഴിഞ്ഞാൽ, ഹുദ്ദത്തു ഖതായ, അവന്റെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. വഇൻ കാന മിസ്ല സബദിൽ ബഹർ, അത് ആ തിരമ്പുന്ന വമ്പൻ തിരമാലകൾ ഉൾക്കൊള്ളുന്ന സമുദ്രത്തിലെ നുരകൾക്ക്, പതകൾക്ക് സമാനമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതവന് പുറത്തു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കാൻ. അതുകൊണ്ട് ദിക്റുകൾ ചൊല്ലണം. നമ്മൾ മനസ്സിലാക്കുക, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. പ്രിയപ്പെട്ട സഹോദരി ചൊല്ലിക്കോ, സഹോദര ചൊല്ല്. 100 പ്രാവശ്യം ചൊല്ലൊരു ദിവസം ചൊല്ലി. നമ്മുടെ തെറ്റുകൾ, നമ്മുടെ പോരായ്മകൾ, നമ്മുടെ സംസാരത്തിൽ, അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ വന്ന ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാകാമല്ലോ. അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ദിക്റുകൾ മുഖേന നമുക്ക് പുറത്തു തരുമെന്നാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാശിക് ഫഖറ ആയത്തുൽ കുർസി ലൻ യസാല മഅക മിനല്ലാഹി ഹാഫിദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ നിന്റെ വിരിപ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നീ കിടക്കാൻ സമയത്ത് ആയത്തുൽ കുർസി പാരായണം ചെയ്യ്. അങ്ങനെയെങ്കിൽ ലൻ യസാല മഅക മിനല്ലാഹി ഹാഫിദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഒരു സംരക്ഷകനെ ഏർപ്പെടുത്തി തരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യഖറബുക ശൈത്വാനുൻ ഹത്താ തുസ്ബിഹ, നേരം വെളുക്കുന്നത് വരെ നിന്റെ സമീപത്തേക്ക് ഒരു പിശാചും കടന്നു വരികയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ആയത്തുൽ കുർസി ചൊല്ലണം. കിടക്കാൻ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം, നമ്മുടെ ഭാര്യമാരോടത് പറയണം, നമ്മുടെ ഭർത്താവിനോടത് പറയണം, നമ്മുടെ ഉമ്മക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം പ്രിയപ്പെട്ടവരെ. എന്നാൽ പലപ്പോഴും നമ്മുടെ മക്കൾ കടന്നുറങ്ങുമ്പോ, രാത്രി ഉറങ്ങുമ്പോ ചെവിയിൽ ഇയർഫോൺ കുത്തിവെച്ച് സിനിമാ പാട്ടുകളും അതുപോലെ തന്നെ ഗാനങ്ങളും ശ്രവിച്ച് കടന്നുറങ്ങുകയാണ്. നമ്മൾ ആലോചിക്കണം, പിന്നെ ആ ചെറുപ്പക്കാരന് സുബഹിക്കണിക്കാൻ കഴിയോ? ഇല്ല. കാരണം എന്താണ്? അവൻ അള്ളാഹുവിന്റെ കാവലിലല്ല, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലല്ല. അവന്റെ അടുത്തേക്ക് പിശാചായിരിക്കും കടന്നു വരിക. അതുകൊണ്ട് നമ്മളെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. കിടക്കാൻ നേരത്ത് അവന്റെ കയ്യിൽ ഒരു മൊബൈല്, ഒരു ഇയർഫോൺ കൊടുക്കാൻ പാടില്ല. ആയത്തുൽ കുർസി, പ്രാർത്ഥനകൾ, ദുആകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കയ്യിലേക്ക് പിന്നെയും മൊബൈൽ ഫോൺ, പിന്നെയും അവന്റെ ചെവിയിൽ വയറ് പാടില്ല. അതുണ്ടെങ്കിൽ നിർത്തണം. അത് നിർത്തിപ്പിക്കേണ്ടത്
നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, ദിക്റുകളും ദുആകളും വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, ശ്രമിക്കുക. നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സർവ്വ അബദ്ധങ്ങളും പടച്ചതമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ആശുപത്രികളിലും വീടുകളിലും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സർവ്വ അബദ്ധങ്ങളും പടച്ചതമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവനവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉന്നതമായ കലിമത്തു തൗഹീദിന് വേണ്ടി ജീവിക്കാനും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉദാത്തമായ കലിമത്തു തൗഹീദിന്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അർഹമി ശൈഖ സായിദ് വശൈഖ മക്തൂം വശുയൂഖൽ ഇമാറാത്തി الذين انتقلوا الى رحمتك. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وأدم عليها الأمن والأمانة يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا رب.